ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ബർത്ത്ഡേ വീഡിയോ ആണ്. അപ്പോൾ ഏപ്രിൽ 25-നായിരുന്നു കേട്ടോ ബർത്ത്ഡേ. എൻ്റെ 31ാമത്തെ വയസ്സാണിത്. ബർത്ത്ഡേക്ക് നടന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഹസ്ബൻഡ് ബർത്ത്ഡേക്ക് മേടിച്ചു തന്ന ഗിഫ്റ്റുകളാണ്. അപ്പോൾ എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റായിട്ട് ഇങ്ങനെ മേടിച്ച് തരാറുണ്ട്. ചിലപ്പോൾ എന്നോട് ചോദിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. കൂടുതലും ഇതുപോലെ സർപ്രൈസായിട്ട് ഞാൻ അറിയാതെയാണ് മേടിച്ചു തരുന്നത്. അപ്പോൾ ഇത്തവണ ഈ രണ്ട് ചുരിദാറിൻ്റെ ടോപ്പുകളും അതുപോലെ തന്നെ ആ ഒരു വാച്ചുമാണ് മേടിച്ചു തരുന്നത്. അപ്പോൾ എനിക്ക് ചെയിൻ വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ മേടിച്ചു തന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞില്ലായിരുന്നു, സർപ്രൈസായിട്ട് മേടിച്ചതാണ്. പിന്നെ ഇത് എൻ്റെ അനിയനൊക്കെ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് അനിയനും വൈഫും ഒക്കെ എനിക്ക് എടുത്തു തന്നതാണ്. അപ്പോൾ എനിക്കും അനിയൻ്റെ വൈഫിനും ഒരുപോലത്തെ ഇതേപോലത്തെ സെയിം മോഡലിലുള്ള ടോപ്പും ഇതും എടുത്തു തന്നു. അപ്പോൾ ഇത് നമ്മുടെ ടിഷ്യൂ മെറ്റീരിയലാണ് കേട്ടോ. രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പൊങ്കലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈസിയാണ് പൊങ്കൽ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും എനിക്കിഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കാമെന്ന് കരുതി. പിന്നെ ഇതെല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്, ആമിക്കും ഹസ്ബൻഡിനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ പൊങ്കൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഞാൻ നെയ്യ് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നല്ല ജീരകവും പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത്, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി, ഒരു നുള്ളു കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിന് ശേഷം ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പൊങ്കലിന് പച്ചരിയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരിക്ക് അര ഗ്ലാസ് ചെറുപയർ പരിപ്പില്ല, അതാണ് ചേർക്കേണ്ടത്. അത് ചേർത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 4-5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വിസിൽ കേൾപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു 5ഓളം വിസിൽ കേൾപ്പിച്ചെടുത്താൽ നന്നായിട്ട് തന്നെ വെന്ത് കുഴഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് പൊങ്കൽ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പൊങ്കലൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം നേരെ വിളക്കൊന്ന് കൊളുത്തി, രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ടുണ്ടായിരുന്നു. കുളിച്ചതിന് ശേഷം വിളക്കൊക്കെ ഒന്ന് കൊളുത്തിയിട്ട് ഞങ്ങളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കൃഷ്ണഭക്തയാണ്. എനിക്ക് ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രങ്ങളിൽ പോകാനാണ് കൂടുതലിഷ്ടം. എല്ലാ ക്ഷേത്രങ്ങളിൽ പോവുമെങ്കിലും ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രങ്ങളിലാണ് കൂടുതലായിട്ടും പോകാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും, എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾ ഇതുപോലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോകാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോയി. പിന്നെ അവിടെ പോയി ഒരു അർച്ചനയൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിരുന്നു. ഇപ്പോൾ മാമിക്ക് ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും കുറച്ച് അധികം സമയം തന്നെ ക്ഷേത്രത്തിലൊന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിന് പുറത്ത് വെച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ, ഉള്ളിലൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ക്ഷേത്രം തന്നെയാണ്. അങ്ങനെ തൊഴുതതിന് ശേഷം ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നേരെ വീട്ടിലേക്കല്ല പോകുന്ന വഴിയിൽ തന്നെ കുറച്ച് മട്ടൻ മേടിക്കണമായിരുന്നു. അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ, പുറത്തിങ്ങനെ കോലമൊക്കെ അരച്ചിട്ടേക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇവിടുത്തെ സ്ട്രീറ്റൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. ശരിക്കും എനിക്ക് നാട്ടിലത്തേക്കാളും ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടമുള്ളൊരു കൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ കൾച്ചറാണ്. നേരെ ഞങ്ങൾ മട്ടൺ മേടിക്കാനായിട്ട് കടയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് അവിടെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ആമി അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കിനി വീട്ടിലേക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകുന്നതുകൊണ്ട് എന്തായാലും ഭക്ഷണം കഴിക്കാതെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയാണ് രാവിലെ ഒന്നും കഴിക്കാതെ പോയത്. പക്ഷേ ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൊങ്കലിന് സൈഡ് ഡിഷായിട്ട് സാമ്പാറും അതുപോലെ തന്നെ ചമ്മന്തിയാണ് കഴിക്കുന്നത്. അത് രണ്ടും എല്ലാം ഞാൻ രാവിലെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കബോർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ കിച്ചൺ ഷെൽഫൊക്കെ ഒന്ന് അടയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ കൊണ്ടിറക്കിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നതും ആ പണിക്കാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും വർക്ക് സ്റ്റാർട്ട് ചെയ്യത്തില്ല, വെള്ളിയാഴ്ച മുതലാണ് വർക്ക് തുടങ്ങുന്നത്. അപ്പോൾ ഇത് വ്യാഴാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണല്ലോ. അങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വന്നതല്ലേ, നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് എന്തായാലും തണ്ണിമത്തൻ മേടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ തണ്ണിമത്തന് ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ട് ഞാനൊന്ന് ജ്യൂസ് അടിക്കുന്നുണ്ട്. അങ്ങനെ ജ്യൂസ് അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഇതുപോലെ പുറകിൽ നിന്ന് പണി വന്നത്. മിക്സിയിലിട്ട് അരച്ചപ്പോഴത്തേനും പുറത്തൊക്കെ ഒന്ന് തെറിച്ചു. പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്കുള്ള ദിവസങ്ങളിൽ ജോലി ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനത്തെ പണികൾ എപ്പോഴും വരുന്നത്. പിന്നെ എന്തായാലും നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അത് കൈയോടെ തന്നെ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കറ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ഞാൻ അടുത്ത് വെച്ചിരുന്ന ഈ ഒരു കപ്പ് സ്റ്റാൻഡിലൊക്കെ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ മിക്സിയിലും ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ആ പേരും പറഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്തത്.
അപ്പോൾ ആമിക്ക് അങ്ങനെ അധികം ഇഷ്ടമില്ല കേട്ടോ ഈ ഒരു വാട്ടർമെലൺ ജ്യൂസ്. അങ്ങനെ അവളധികം അങ്ങനെ കുടിക്കാറില്ല. അപ്പോൾ ഇന്ന് അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ബനാന എടുത്തിട്ട് ഒരു മിൽക്ക് ഷേക്ക് പോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മട്ടൺ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മട്ടൺ മേടിക്കുന്ന ദിവസങ്ങളിൽ ഹസ്ബൻഡാണ് ക്ലീൻ ചെയ്ത് തരാറുള്ളത്. അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടിയാണ്. പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് എന്നോട് അധികം ജോലി എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഹസ്ബൻഡ് അവിടെ ഒരു സൈഡിൽ മട്ടൺ ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു സൈഡിൽ ഉള്ളിയൊക്കെ സവാളയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്, ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആമി ഇവിടെ പുറത്തിരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ ഈ മട്ടൺ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് 1.5 മണിക്കൂർ എടുത്തു. കാരണം ഓരോ പീസായിട്ട് എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൽ ഈ മുടിയുടെയൊക്കെ ഇതുണ്ടോ നോക്കിയിട്ട് ഒക്കെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനിടയിൽ തന്നെ എൻ്റെ കുറേ പണികൾ കഴിയും. അപ്പോൾ ഹസ്ബൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നത്. ഞാനങ്ങനെ അധികം ഇത് ക്ലീൻ ചെയ്യാറില്ല. ഞങ്ങൾ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വിനാഗിരിയും കൂടി ഇട്ടിട്ടൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് ഇനി ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 8 വിസിൽ കേൾപ്പിക്കുന്നുണ്ട്. നന്നായിട്ട് വേവാനാണ്. പിന്നെ മട്ടൻ ഞങ്ങൾ 1 കിലോയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മട്ടൻ ബിരിയാണിയും വറുത്തരച്ച മട്ടൻ കറിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ചെന്നൈ സ്റ്റൈൽ ബിരിയാണിയാണ് കൂടുതലായിട്ടും വെക്കുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് ഇന്ന് കുക്കറിലല്ല വെക്കുന്നത്, സാധാരണ കുക്കറിലാണ് വെക്കാറുള്ളത്. ഇന്നിപ്പോൾ ഞാൻ അല്ലാതെ ബിരിയാണി പാത്രത്തിലാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് മുഴുവൻ മസാലാസ് ഇട്ട് കൊടുത്തു. ഗരം മസാലയാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം കുറച്ച് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സവാളയുടെ പകുതിയോളം ചേർത്താൽ മതി. ഇപ്പോൾ നമുക്ക് എത്രത്തോളം അളവുണ്ടെന്നതിനനുസരിച്ച് സവാള ചേർത്താൽ മതി. സവാളയൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് മെയിനായിട്ട് ചേർക്കുന്ന പൊടികളെന്ന് പറയുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ വീട്ടിൽ അരച്ചിട്ടുള്ള ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടയ്ക്ക് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പൊടികളുടെ പച്ചമണം പോയതിന് ശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരുന്നിടത്തേക്കും ഒന്ന് വേവിച്ചെടുത്തു. അതിനുശേഷം അതിലേക്ക് കുറച്ച് പുതിനയില ചേർത്ത് കൊടുത്തു. മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിനിടയിൽ തന്നെ നമ്മുടെ മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആവശ്യത്തിനുള്ള മട്ടൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, കുറച്ചാണ് ചേർത്തത്. പിന്നെ അതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു സൈഡിൽ തന്നെ ഞാൻ വറുത്തരച്ച മട്ടൻ കറിക്ക് വേണ്ടുന്ന തേങ്ങയും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാനിപ്പോൾ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 1.5 ഗ്ലാസ് അരിക്ക് ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അതിൽ 1 ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് നമ്മൾ മട്ടൻ വേവിച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം നല്ലോണം തിളപ്പിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സാധാരണ ചേർക്കുന്നതിനേക്കാളും കുറച്ചധികം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുത്തു. ഇനി ഇത് അടച്ചു വെച്ചേക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനിടയിൽ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ കുരുമുളകാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് 1 ടീസ്പൂണിൽ താഴെ പെരുംജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ഇനി തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുത്തത്. മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഞാനിപ്പോൾ അളവ് കൃത്യമായിട്ട് പറയുന്നില്ല. നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം നമ്മളിതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മട്ടൻ കറി വെക്കാനായിട്ട് ഞാൻ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നോൺ വെജ് വയ്ക്കുന്നൊരു മൺചട്ടിയാണത്. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് താളിച്ചു. ഇനി അതിലേക്ക് ഒരു വലിയ സവാള നന്നായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് പച്ചമണം പോകുന്നവരെന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുത്തു. ഇനി നമ്മളിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു മട്ടനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മട്ടൻ ഇതിലേക്ക് കിടന്നൊന്ന് വെന്ത് വരട്ടെ. അതിനിടയിൽ നമുക്ക് സലാഡ് ഉണ്ടാക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് സലാഡ് ഉണ്ടാക്കുന്നത്. ഇവിടെ തമിഴ്നാട്ടിൽ ഇതിനെ തൈര് പച്ചടി എന്നാണ് പറയുന്നത്. സവോളയും കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്ത് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിനിടയിൽ തന്നെ നമ്മുടെ വറുത്തരച്ച തേങ്ങയുടെ പേസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് ഫൈനായിട്ട് അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഒഴിച്ചു
ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി മട്ടൻ ഉപ്പിട്ടിട്ടാണല്ലോ വേവിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിച്ചത് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെപ്പർ പൗഡർ ചേർക്കുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പെപ്പർ പൗഡറാണ് ഈ ഒരു മട്ടൻ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ബിരിയാണി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ബിരിയാണി, മട്ടൻ കറിയും സലാഡും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് തണ്ണിമത്തൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നോൺ വെജൊക്കെ കഴിക്കുന്നത് കൊണ്ട് കുറച്ച് ഫ്രൂട്ട്സും കൂടി കഴിക്കാമെന്ന് ഓർത്തു. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നല്ല ചൂടാണ്. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഇത്രയും കിച്ചണിൽ കിടന്ന് പണികൾ എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സോ ജ്യൂസോ ഒക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ അതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേന് ആമിയുടെ റൂമിൽ, നമ്മുടെ കുഞ്ഞു റൂമിലിടാനായിട്ടുള്ള ഡബിൾ ഡെക്കർ ബെഡ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ പർച്ചേസ് ചെയ്തെന്ന്, ശരവണയിൽ നിന്ന്, അത് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഇത് സർപ്രൈസായിട്ട് തലേ ദിവസം തന്നെ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ ഇതറിയാതെയാണ് പുള്ളി മേടിച്ചത്. പക്ഷേ ഞാൻ പെട്ടെന്ന് പോയി ഫ്രിഡ്ജ് തുറന്നാൽ കാണുമല്ലോ എന്ന് ഓർത്തിട്ട് എന്നോട് പറയുകയാണ് ഉണ്ടായത്. സമയം കിട്ടിയില്ലായിരുന്നു, ഇങ്ങനെ ഓട്ടത്തിൻ്റെ ബഹളത്തിനിടയിൽ സമയം കിട്ടിയില്ല. അങ്ങനെ സാധാരണ ഇവിടെ ബർത്ത്ഡേയ്സൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ടി വിയിൽ ഇങ്ങനെ പാട്ടിട്ടേക്കും, ഹാപ്പി ബർത്ത്ഡേ പാട്ടിട്ടേക്കും. പിന്നെ ആമിക്കാണ് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ്. കല്യാണത്തിന് മുന്നേ ഒന്നും ഞങ്ങളുടെ വീട്ടിൽ ഒന്നും തന്നെ ആഘോഷിക്കത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര വാശിയാണ്, ഞാൻ അമ്മയെ കൊണ്ട് സദ്യയൊക്കെ ഉണ്ടാക്കിക്കും. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷം ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർഷം ഞാൻ എൻ്റെ ബർത്ത്ഡേ ഇവിടെ വന്നതിന് ശേഷം ആഘോഷിച്ചപ്പോഴൊക്കെ മേടിച്ചിട്ടുള്ള ആ കേക്ക് കടയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല കേക്കാണ്. അപ്പോൾ ഇത് ഹോം മെയ്ഡായിട്ട് ചെയ്തു തരുന്ന കേക്കാണ് കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന ആ ഒരു ബിരിയാണിയും കറിയൊക്കെ തന്നെയാണ് ഞങ്ങൾ നൈറ്റും കഴിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ കുഞ്ഞു കുഞ്ഞു സർപ്രൈസസ് ചേർന്നിട്ടുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.